വെൽക്കം ടു സ്റ്റാൻഡേർഡ് 10 ഗണിതം യൂണിറ്റ് 6 സൂചക സംഖ്യകൾ. അക്ഷങ്ങൾ വരച്ച് ഏത് ബിന്ദുവിൻ്റെ സ്ഥാനവും സംഖ്യാ ജോഡിയായി എഴുതാം. ഈ സംഖ്യകളെ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എന്നാണ് പറയുന്നത്. എക്സ് അക്ഷത്തെ ബിന്ദുക്കളുടെ y സൂചക സംഖ്യകൾ 0 ആയിരിക്കും. y അക്ഷത്തിലെ ബിന്ദുക്കളുടെ x സൂചക സംഖ്യകൾ 0 ആണ്. ആധാര ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ 0, 0 ആണ്. എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ ബിന്ദുക്കളുടെ എല്ലാം y സൂചക സംഖ്യ തുല്യമാണ്. അതുപോലെ y അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ ബിന്ദുക്കളുടെ എല്ലാം x സൂചക സംഖ്യ തുല്യമായിരിക്കും. ഈ ആശയങ്ങൾ ഉപയോഗിച്ച് ഏതാനും ചില കണക്കുകൾ ചെയ്യാം. ചോദ്യം: ചിത്രത്തിലെ വൃത്തത്തിൻ്റെ കേന്ദ്രം ആധാരബിന്ദുവും AB വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. AB എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇതാണ് ചിത്രം. ഒരു വൃത്തം, എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, വൈ ആക്സിസ് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ആധാരബിന്ദു OA എന്ന ആരം തന്നിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ എന്നവിടെ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു ആരവും തന്നിട്ടുണ്ട്. 90 ഡിഗ്രി കോണീയ അകലത്തിലാണ് അത് തന്നിരിക്കുന്നത്. എൻ്റെ പേര് OB എന്നാണ്. അപ്പോൾ അതും ഒരേ വൃത്തത്തിലെ ആരമായതുകൊണ്ട് ഈ 2 യൂണിറ്റ് തന്നെ ആയിരിക്കും. നമുക്ക് എയുടെയും ബിയുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇനി എക്സ് അക്ഷവും ഈ ആരവും തമ്മിലുള്ള കോണം 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എയിൽ നിന്നുള്ള ലംബം വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു മട്ടത്രികോണം കിട്ടും. കോണുകൾ: ഒരു കോൺ 30, ഈ കോൺ 90, മൂന്നാമത്തെ കോൺ 60 ഡിഗ്രി. 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം 2 തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള ഏറ്റവും ചെറിയ വശം അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 2ൻ്റെ പകുതി 1. 60 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം ഈ ഏറ്റവും ചെറിയ വശത്തിൻ്റെ √3 മടങ്ങായിരിക്കും. അതായത് 1 × √3 √3. അപ്പോൾ എല്ലാ വശങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂചക സംഖ്യകൾ എഴുതിയാൽ മതിയാകും. എക്സ് സൂചകമായിട്ട് ഈ മട്ടത്രികോണത്തിൻ്റെ പാദവശമാണ് വരുന്നത്. y സൂചകമായിട്ട് ഈ മട്ടത്രികോണത്തിൻ്റെ ലംബവശവും. അപ്പോൾ സൂചക സംഖ്യ A √3 1. ഇതുപോലെ ബിയുടെ സൂചക സംഖ്യ നമുക്ക് കണക്കാക്കാൻ പറ്റും. ആദ്യം ബിയിൽ നിന്നൊരു ലംബം വരയ്ക്കുക. കോണുകളെല്ലാം കണ്ടുപിടിച്ചെഴുതുക. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രി. ഇനി ഈ കോൺ കണക്കാക്കി എഴുതേണ്ടതായിട്ട് വരും. ഇത് ഒരു നേർവരയിലെ ഒരു കോണാണ്. അതിൽ ശേഷിക്കുന്ന 2 കോണുകളുണ്ട്. ഈ 3 കോണും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. അതിൽ ആദ്യത്തെ കോൺ 30 ഡിഗ്രി, രണ്ടാമത്തെ കോൺ 90 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ട്. 90, 30, 120. അപ്പോൾ ശേഷിക്കുന്ന കോൺ 180 മൈനസ് 120, അതായത് 60. അപ്പോൾ മൂന്നാമത്തെ കോൺ 30 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം 2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക 30 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള ഏറ്റവും ചെറിയ വശമാണ്. ഈ ഏറ്റവും ചെറിയ വശം എപ്പോഴും ഏറ്റവും വലിയ വശത്തിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ 2ൻ്റെ പകുതി 1. ഇനി 60 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശമാണ് നമുക്കിനി എഴുതാനായിട്ടുള്ളത്.
അത് എപ്പോഴും ഈ ചെറിയ വശത്തിൻ്റെ √3 മടങ്ങായിരിക്കും. അപ്പോൾ 1ൻ്റെ √3 മടങ്ങ് √3 തന്നെയാണ്. ഇനി നമുക്ക് ബിയുടെ സൂചക സംഖ്യ എടുത്തെഴുതിയാൽ മതിയാകും. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ താഴെ എഴുതാം. ബി ആദ്യം എക്സ് സൂചകമായിട്ട് വരാനായിട്ടുള്ളത് ഈ മട്ടത്രികോണത്തിൻ്റെ പാദവശമാണ്. അതവിടെ 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇടത്തോട്ടുള്ള അകലമായതുകൊണ്ട് -1 എന്ന് കൊടുക്കുക. -1. ഇനി y സൂചകമായിട്ട് വരാനായിട്ടുള്ളത് ഈ മട്ടത്രികോണത്തിൻ്റെ ലംബവശമാണ്. അത് √3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതതുപോലെ എഴുതിയാൽ മതിയാകും. അപ്പോൾ ബി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ -1 √3 എന്ന് കിട്ടും. ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിൻ്റെയും മറ്റ് 2 മൂലകളുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക. ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ എതിർമൂലയുടെ സൂചക സംഖ്യകളാണ് തന്നിരിക്കുന്നത്. -2, 3. മറ്റേ എതിർമൂല 2, 4. മറ്റ് 2 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അതിനറിയേണ്ടത് നീളം വശങ്ങളെല്ലാം എക്സ് അക്ഷത്തിന് സമാന്തരമായ വരകളാണ്. വീതി വശങ്ങളെല്ലാം y അക്ഷത്തിന് സമാന്തരമായ വരകളാണ്. എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയിലെ ബിന്ദുക്കളുടെ എല്ലാം y സൂചകം തുല്യമായിരിക്കും. അതുപോലെ y അക്ഷത്തിന് സമാന്തരമായ വരയിലെ x സൂചകം തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ശീർഷം എടുക്കാം. അതിൽ x സൂചകം ആദ്യം കണ്ടുപിടിക്കണം. അതിന് ആ വരയിലൂടെയുള്ള ലംബ വര എടുക്കുക. അത് ഈ വരയാണ്. അപ്പോൾ ഈ ലംബ വര y അക്ഷത്തിന് സമാന്തരമായ വരയാണ്. അതിൻ്റെ x സൂചകം തുല്യമായിരിക്കും. അപ്പോൾ ആ വരയിലൊരു ബിന്ദുവാണ് 2, 4. അതുകൊണ്ട് അതിൽ x സൂചകം 2 ആയതുകൊണ്ട് ഈ ബിന്ദുവിൻ്റെ x സൂചകവും 2 തന്നെ ആയിരിക്കും. ഇതുപോലെ y സൂചക സംഖ്യയും കണ്ടുപിടിക്കണം. അപ്പോൾ y സൂചക സംഖ്യ കണ്ടുപിടിക്കുവാനായിട്ട് x അക്ഷത്തിന് സമാന്തരമായ വര എടുക്കുക. അപ്പോൾ ഈ ബിന്ദുവിലൂടെയുള്ള x അക്ഷത്തിന് സമാന്തരമായ വരയാണ്. അപ്പോൾ ഈ വരയിലെ ഏത് ബിന്ദുക്കളുടെയും y സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇവിടെ ഈ വരയിൽ ഒരു ബിന്ദുവാണ് -2, 3. അപ്പോൾ അതിൻ്റെ y സൂചകം 3 ആണ്. അപ്പോൾ ഇതിൻ്റെയും y സൂചകം 3 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ലംബ വരയിലുള്ള x സൂചകവും തിരശ്ചീന വരയിലുള്ള y സൂചകമാണ് എടുക്കാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ ശീർഷത്തിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് x സൂചകം എഴുതുന്നതിന് ആ ലംബ വരയിലുള്ള x സൂചകം എഴുതുക. അപ്പോൾ ലംബ വരയിലുള്ള x സൂചകം -2 ആണ്. അപ്പോൾ -2 എഴുതുക. ഇനി y സൂചകം കിട്ടാൻ ഈ തിരശ്ചീനമായ വരയിൽ y സൂചകം എഴുതുക. അപ്പോൾ ഈ തിരശ്ചീനമായ വരയിലെ y സൂചകം 4 ആണ്. അപ്പോൾ 4 അതുപോലെ എടുത്തെഴുതുക. ഇതുപോലെ 2ാമത്തെ ചതുരത്തിൻ്റെയും എതിർമൂലകളുടെ സൂചക സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന 2ാമത്തെ ചതുരം ഇതാണ്. അതിൻ്റെ സൂചക സംഖ്യകൾ 2, -4. എതിർമൂലയുടെ സൂചക സംഖ്യ -1, -2. ആദ്യം ഈ മൂലയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ലംബ വരയുടെ x സൂചകം 2, തിരശ്ചീന വരയുടെ y സൂചകം
-2. ഇനി നാലാമത്തെ ശീർഷത്തിൻ്റെ സൂചകസംഖ്യ കണ്ടുപിടിക്കാം. ഈ ബിന്ദുവിലൂടെയുള്ള ലംബവരയുടെ x സൂചകം -1, ഈ ബിന്ദുവിലൂടെയുള്ള തിരശ്ചീനമായ വരയുടെ y സൂചകം -4. ഇതുപോലെ മൂന്നാമത്തെ ചതുരത്തിൻ്റെയും എതിർമൂലകളുടെ സൂചകസംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ചതുരം ഇതാണ്. അതിൻ്റെ സൂചകസംഖ്യകൾ -1, 3. എതിർമൂലയുടെ സൂചകസംഖ്യ 2, 6. ആദ്യം ഈ മൂലയുടെ സൂചകസംഖ്യ കണ്ടുപിടിക്കാം. ലംബവരയുടെ x സൂചകം, തിരശ്ചീന വരയുടെ y സൂചകം. ഇതുപോലെ നാലാമത്തെ ശീർഷത്തിൻ്റെയും സൂചകസംഖ്യ കണ്ടുപിടിക്കാം. ലംബവരയുടെ x സൂചകം, തിരശ്ചീനമായ വരയുടെ y സൂചകം 6. അടുത്ത ചോദ്യം. 2, 1, 3, 4, -3, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കുക. ഇവിടെ തന്നിരിക്കുന്ന സൂചകസംഖ്യകൾ 2, 1, 3, 4, -3, 6. അപ്പോൾ ഈ ബിന്ദുക്കൾക്ക് നമുക്ക് എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുക്കാം. അങ്ങനെയെങ്കിൽ എ മുതൽ ബി വരെയുള്ള അകലം എ ബി. അപ്പോൾ എ ബി ത്രികോണത്തിൻ്റെ ഒരു വശമായിരിക്കും. അപ്പോൾ ഈ വശം കണ്ടുപിടിക്കാൻ എ മുതൽ ബി വരെയുള്ള അകലം കണക്കാക്കുക. അകലം കണക്കാക്കാൻ √(x1 - x2) +y1 - y2) അതായത് √(x) സൂചകങ്ങളുടെ വ്യത്യാസത്തിൻ്റെ വർഗ്ഗം പ്ലസ് y സൂചകങ്ങളുടെ വ്യത്യാസത്തിൻ്റെ വർഗ്ഗം. x സൂചകങ്ങൾ 2, 3 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 2 - 3 -1 -1ൻ്റെ സ്ക്വയർ പ്ലസ് y സൂചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 - 4 -3 -3ൻ്റെ വർഗ്ഗം സമം -1ൻ്റെ വർഗ്ഗം 1 തന്നെയാണ്. -3ൻ്റെ വർഗ്ഗം 9. കൂട്ടുമ്പോൾ √10 എന്ന് കിട്ടും. ഇതുപോലെ ബി മുതൽ സി വരെയുള്ള അകലവും കണ്ടുപിടിക്കാം. ബി മുതൽ സി വരെയുള്ള അകലമാണ് ബി സി. ബി സി സമം ബിയുടെയും സിയുടെയും x സൂചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ വർഗ്ഗം 3 -3 അതായത് 3 + 3 3 + 3 6 6 സ്ക്വയർ പ്ലസ് ഇനി y സൂചകങ്ങളുടെ വ്യത്യാസത്തിൻ്റെ വർഗ്ഗം 4 - 6 ദി ഹോൾ സ്ക്വയർ 4 - 6 -2 അതിൻ്റെ സ്ക്വയർ സമം 6ൻ്റെ സ്ക്വയർ 36 2ൻ്റെ സ്ക്വയർ 4 രണ്ടും കൂടെ കൂട്ടുമ്പോൾ √40. ഇതുപോലെ എ സിയുടെ നീളവും നമുക്ക് കണ്ടുപിടിക്കാം. എ സി സമം എയുടെയും സിയുടെയും
എക്സ് സൂചകങ്ങളുടെ വ്യത്യാസത്തിൻ്റെ വർഗ്ഗം 2 മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. 2 മൈനസ് 3 2 പ്ലസ് 3 2 പ്ലസ് 3 5. 5ൻ്റെ സ്ക്വയർ പ്ലസ് 1 മൈനസ് 6 ദി ഹോൾ സ്ക്വയർ. 1 മൈനസ് 6 മൈനസ് 5. അപ്പോൾ മൈനസ് 5ൻ്റെ സ്ക്വയർ സമം 5ൻ്റെ സ്ക്വയർ 25, മൈനസ് 5ൻ്റെ സ്ക്വയറും 25 തന്നെയാണ്. 25 കൂട്ടുമ്പോഴത്തേക്കും 50 റൂട്ട് 50. അപ്പോൾ 3 വശങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് മട്ടത്രികോണത്തിൻ്റേതാണോ എന്ന് നോക്കണം. അതിന് ഏറ്റവും ചെറിയ വശങ്ങൾ പരിഗണിക്കുക. അവയുടെ വർഗ്ഗങ്ങളുടെ തുക കാണുമ്പോഴത്തേക്കും ഏറ്റവും വലിയ വശത്തിൻ്റെ വർഗ്ഗം കിട്ടണം. അതായത് AB² പ്ലസ് BC² കണക്കാക്കുക. AB² പ്ലസ് BC² സമം AB² 10 BC² 40. 10ഉം 40ഉം 50. അപ്പോൾ ഈ 50 എന്ന് പറഞ്ഞാൽ AC-യുടെ വർഗ്ഗമാണ്. അതായത് റൂട്ട് 50ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ നമുക്കിവിടെ സമം AC² എന്ന് എഴുതാം. അപ്പോൾ AB² പ്ലസ് BC² സമം AC² എന്നതിവിടെ ശരിയാവുകയാണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന 3 ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് എഴുതാം.